ഷിഗല്ല കേസുകൾ സംസ്ഥാനത്ത് കൂടുതൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനമുള്ളത്. ഇന്നലെ മാത്രം 18 പുതിയ കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇതോടൊപ്പം തന്നെ പനി ബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 12,000-ലധികം ആളുകളാണ് ഇന്നലെ മാത്രം ചികിത്സ തേടിയത്. ഈ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എബി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഗുഡ് മോർണിംഗ് എബി. ഈ സംസ്ഥാനം ഇപ്പോൾ നമ്മൾ നിപ്പയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ആശങ്കയാണ് ഷിഗല്ല ബാധയും. അപ്പോൾ കൂടുതൽ പേർക്ക് ഷിഗല്ല സ്ഥിരീകരിക്കുന്നുണ്ട്. അതുമാത്രമല്ല മലമ്പനി, ചിക്കൻ ഗുനിയ ഉൾപ്പെടെയുള്ളത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്? സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ഈ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് മായ. എന്തായാലും ഈ സംസ്ഥാനം നിലവിൽ ഒരു പകർച്ചവ്യാധി ഭീഷണിയിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇന്നലെ വരെ വന്നിരിക്കുന്ന കണക്കുകൾ അതിലൂടെ വ്യക്തമാകുന്നത്. ഷിഗല്ല ഇന്നലെ മാത്രം 18 പേർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് വയനാട് 7 പേര്, തിരുവനന്തപുരത്ത് 1, കൊല്ലത്ത് 1, തൃശ്ശൂരിൽ 2, മലപ്പുറത്ത് 3, കോഴിക്കോട് 4 എന്നിങ്ങനെയാണ്. ഷിഗല്ല ബാധിച്ച് ഇന്നലെ ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കാക്കിക്കൊണ്ടാണ് ഈ ഒരു 18 പുതിയ കേസുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വെസ്റ്റ് നൈൽ രോഗവും ഇന്നലെ 6 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ആലപ്പുഴയിൽ 2, എറണാകുളത്ത് 3, തൃശ്ശൂരിൽ 1 എന്നിങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ. 56 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. 11 പേർക്ക് എലിപ്പനിയും 3 പേർക്ക് മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 പേർക്ക് മഞ്ഞപ്പിത്തം, 94 പേർക്ക് ചിക്കൻ പോക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ സ്ഥിരീകരിച്ചു. പകർച്ചപ്പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണവും വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. 12,441 പേരാണ് ഇന്നലെ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണം ആളുകൾ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്. ആരും സ്വയം ചികിത്സ എന്നുള്ള ഒരു നിലയിലേക്ക് പോകാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ആദ്യം ആശുപത്രിയെ തന്നെ സമീപിക്കുക, ഡോക്ടറോട് കാര്യങ്ങൾ പറയുക, ചികിത്സ തേടുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. പലരും സ്വയം ചികിത്സിക്കുകയും അത് പിന്നീട് കയ്യിൽ നിൽക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പോകുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പിന്നീട് കാരണമാകും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു നമ്മൾ പകർച്ചപ്പനി എന്നതിനപ്പുറത്തേക്ക് പകർച്ചവ്യാധി ഭീഷണി അല്ലെങ്കിൽ പകർച്ചവ്യാധി വ്യാപനമാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം. മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആരോഗ്യവകുപ്പ് കർശനമായിട്ടുള്ള നിരീക്ഷണവും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ശരി, സംസ്ഥാനം പകർച്ചവ്യാധി ഭീഷണിയിൽ തന്നെയാണ്. ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എബി സൂചിപ്പിച്ചതുപോലെ സ്വയം ചികിത്സ പാടില്ല. കാരണം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ട ഉടനെ തന്നെ അത് ആശുപത്രികളിലൊക്കെ പോയി ചികിത്സ തേടുക. അപ്പോൾ എബിയാണ് വിവരങ്ങൾ നൽകിയത്.